ഓഫ് ദി ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെൻഡർ ഐഡിയോളജി നമ്മുടെയൊക്കെ കുടുംബത്തിൽ സൃഷ്ടിക്കുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്. അത് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ട ഒരു ജാഗ്രത, അതിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെക്കുന്ന കുറേയധികം കാര്യങ്ങളിലൂടെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡുകളിൽ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെ അല്ലേ സാർ? തീർച്ചയായിട്ടും നമുക്ക് പോപ്പ് ഫ്രാൻസിസിൻ്റെ പഠനങ്ങൾ തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ തന്നെ ഈ എപ്പിസോഡിലും കണ്ടിന്യൂ ചെയ്യാം. കാരണം പോപ്പ് ഫ്രാൻസിസ് പല അവസരങ്ങളിൽ, ടെസ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ, പല അവസരങ്ങളിലും എവിടെയൊക്കെ ചെല്ലുമ്പോഴും എല്ലാം ഈ ആശയങ്ങൾ വളരെ ശക്തമായിട്ട് അദ്ദേഹം പറയുവാൻ പല വേദികളും ഉപയോഗിച്ചിട്ടുണ്ട്. കുടുംബങ്ങളോട് ജാഗ്രതയായിരിക്കുക എന്നുള്ളത്. കാരണം കുടുംബമാണല്ലോ ബേസിക്കായിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. കുടുംബങ്ങൾ, വ്യക്തികൾ അവരുടെ ജെൻഡർ കൺഫ്യൂഷൻ വരുമ്പം കുടുംബങ്ങളെയും ഒക്കെയാണല്ലോ അത് ബാധിക്കുന്നത്. ഇപ്പോൾ 2019 നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പൊന്റിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിൽ ആ ആളുകളോട് അഭിസംബോധന ചെയ്തപ്പോൾ ചില പ്രസ്താവനകൾ പിതാവ് പറയുകയുണ്ടായി. അതിലൊരു 1-2 പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഉപഭോഗ സംസ്കാരത്തിൻ്റെയും യൂട്ടിലിറ്റേറിയനിസം, ധാർമ്മിക ആപേക്ഷികതാവാദത്തിൻ്റെയും, അതായത് മോറൽ റിലേറ്റിവിസം, ഇതിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമുക്ക് സമ്പൂർണ്ണ അധികാരമുണ്ടെന്ന ചിന്തയിലെ അപകടങ്ങളും അതുവഴി ഉന്മൂലനം ചെയ്യപ്പെടുന്ന മനുഷ്യ മഹത്വത്തെയും മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെയും മനുഷ്യബന്ധങ്ങളിലെ മാഹാത്മ്യതയും അദ്ദേഹം എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേ നമ്മൾ ഈ കാണുന്ന എല്ലാ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലും അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മൊറർലെസ് സെയിം അല്ലേ? അദ്ദേഹം പറയുന്നു, നമ്മൾ എന്തായിരിക്കുന്നു അത് അക്സെപ്റ്റ് ചെയ്യാതെ വേറെന്തോ ആണോ അതിനെ അതാണ് എന്ന് കരുതി സൃഷ്ടാവിൻ്റെ സ്ഥാനം നമ്മൾ ഏറ്റെടുത്ത് അതിന് നമ്മുടെ വ്യക്തിത്വത്തെ മാത്രമല്ല സമൂഹത്തെയും കുടുംബങ്ങളെയും ഒക്കെ ബാധിക്കുന്നു. ഈ ഒരു ആശയം അദ്ദേഹം പല വിധത്തിൽ എല്ലായിടവും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നു. അപ്പോൾ അതൊരു വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അതിനുള്ളൊരു വാണിംഗ് ആണ് ഈ 2019 മീറ്റിങ്ങിലും അദ്ദേഹം പറഞ്ഞു. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും. ഈ യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഉപഭോഗ സംസ്കാരം എന്ന് പറയും. മോറൽ റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്കത് മനസ്സിലാക്കാൻ. അതായത് ഈ ഉപഭോഗ സംസ്കാരം എന്താ അവിടെ ചെയ്യുന്നത്? യൂസ് ആൻഡ് ത്രോ കൾച്ചർ. നമ്മൾ ഒബ്ജക്റ്റിനെ ഉപയോഗിക്കുന്നു, നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് മാറ്റുന്നു, ഡിസ്പോസബിൾ എന്നുള്ള രീതിയിൽ. അപ്പം മനുഷ്യ വ്യക്തികളെയും ആ തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്രവണതയും മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയേക്കാൾ ഉപരി മനുഷ്യനെ ഒരു വസ്തുവായി കണ്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്കും സ്വാർത്ഥതകൾക്കും വേണ്ടിയിട്ട് മനുഷ്യരെ ഉപയോഗിക്കാം. അത് ഒരു പക്ഷേ സെക്ഷുവൽ നീഡ്സ് ആകാം, മറ്റുള്ളതാകാം, എന്തുമായിക്കൊള്ളട്ടെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ അവരെൻ്റെ നന്മ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇതാണ് മതബോധന ഗ്രന്ഥം പറയുന്നത്, ടു വിൽ ദ ഗുഡ് ഓഫ് ദി അതർ പേഴ്സൺ. അപ്പം നമ്മൾ ഈ യൂട്ടിലിറ്റേറിയൻ കൾച്ചറിൻ്റെ സംസ്കാരത്തിൽ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മുടെ നന്മ, അതിൽ നിന്ന് നമുക്കെന്ത് ലാഭം കിട്ടും, എന്ത് സുഖം എനിക്ക് അതിൽ നിന്ന് കിട്ടും, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ഈ യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സ്വാർത്ഥമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി വ്യക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വരികിലും ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയാൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ സത്യമാണ്. അത് സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, പ്രായമുള്ളവരായിക്കൊള്ളട്ടെ. നമ്മൾ വേറൊരു വ്യക്തിയാൽ ഉപയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ കീറി മുറിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളത് ആഗ്രഹിക്കാത്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി മോറൽ റിലേറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഒരു പക്ഷെ ടെസയ്ക്ക് ശരിയാകണമെന്നില്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇതെൻ്റെ സത്യം, അത് ടെസയുടെ സത്യം.
അപ്പം സബ്ജക്റ്റീവ് ട്രൂത്തും ഒബ്ജക്റ്റീവ് ട്രൂത്തും, ഈ സബ്ജക്റ്റീവ് ട്രൂത്തിനനുസരിച്ചിട്ട് മൊറാലിറ്റിയിലും റിലേറ്റിവിസം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ മൊറാലിറ്റി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അത് തെറ്റല്ല, എനിക്ക് തോന്നുന്നു ഞാനൊരു വ്യക്തിയെ കൊല്ലുന്നത്, ഫോർ എക്സാമ്പിൾ അബോർഷൻ്റെ കേസ് തന്നെ എടുക്കുക. ഇപ്പോൾ അബോർഷൻ ഇത്രയും കുഞ്ഞുങ്ങൾ ഒരു വർഷം നമ്മുടെ ലോകത്തിൽ മരിക്കുന്നു അബോർഷൻ്റെ പേരിൽ, ഒരുപാട് മില്യൺസ് ഓഫ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ഇത്രയും ആളുകൾ മരിക്കുന്നത് അത് ഓട്ടോമാറ്റിക് ഒരു നാച്ചുറൽ കലാമിറ്റി ഒന്നും വന്ന് മരിക്കുന്നതല്ല. അത് സംബഡി ഹാസ് ഡിസൈഡഡ് ടു കിൽ ദീസ് ചിൽഡ്രൻ, അല്ലേ? ഒരു വിൽഫുൾ ആക്ഷനാണ്. അപ്പോൾ ഏത് ആക്ഷനും നമ്മൾ വിൽഫുള്ളി ചൂസ് ചെയ്യുമ്പോൾ അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൾപ്പബിലിറ്റി ഉണ്ട്, അതിനൊരു മോറൽ വാല്യൂ ഉണ്ട്. അത് തെറ്റുമാകാം ശരിയുമാകാം. പക്ഷേ മോറൽ റിലേറ്റിവിസത്തിൽ പറയുന്നത് സെയിം ആക്ഷൻ, ഇപ്പം എനിക്ക് അബോർഷൻ അത് തെറ്റല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല, അതുകൊണ്ട് ഞാനത് ചെയ്തു. എൻ്റെ മൊറാലിറ്റി നിൻ്റെ മൊറാലിറ്റിയും സെയിം ആകണമെന്നില്ല. ഇപ്പം എൻ്റെ ശരീരം ഞാൻ ആർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇപ്പം ഒരുപക്ഷെ അടുത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫ്രീഡം, ഇതെൻ്റെ ഫ്രീഡം. അപ്പം നിങ്ങളത് ഇമ്മോറൽ എന്ന് പറയുമ്പോഴേ, നമ്മളിപ്പോൾ കോളേജുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ യൂത്ത് പറയുന്ന, നിങ്ങൾക്കത് ഇമ്മോറൽ എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. മോറൽ എന്ന് പറയുന്നത് എൻ്റെ യെസ് ആണത്, നിങ്ങളുടെ നോ അല്ല എൻ്റെ നോ. നിങ്ങളുടെ നോ ഒരു പക്ഷേ എൻ്റെ യെസ് ആകാം, എൻ്റെ യെസ് നിങ്ങളുടെ നോയും ആകാം. ഇതാണ് ഈ മോറൽ റിലേറ്റിവിസം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ പ്രായോഗികമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ക്യാമ്പസുകളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവനും നമുക്ക് കാണാം. അതുകൊണ്ടാണ് പോണോഗ്രഫിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിലർ പറയും ഞങ്ങൾ പോണോഗ്രഫി വാച്ച് ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു, ഞങ്ങൾക്കതൊരു വലിയ പ്രശ്നമായിട്ട് ഒരു മോറൽ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എനി ഇഷ്യൂ നിങ്ങളെടുത്തോ, ഹോട്ട് ബട്ടൺ ഇഷ്യൂ ഏതും നിങ്ങളെടുത്തോ, അവിടെ ഇതാണ് ഇൻഡിവിജ്വൽസ് ആണ് ചൂസ് ചെയ്യുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു മോറൽ റിലേറ്റിവിസം വന്നു കഴിഞ്ഞാൽ എൻ്റയർ മൊറാലിറ്റി കൊളാപ്സായി താഴെ വീഴും സൊസൈറ്റിയുടെ. കാരണം ആളുകളെ ഒരു കൂട്ടർ ആളുകളെ കൊല്ലുന്നു, ഒരു കൂട്ടർ ആളുകളെ കൊല്ലുന്നില്ല. വാട്ട് ഡിഫറൻസ്? സൊസൈറ്റിയിൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതാണ് പോപ്പ് ഫ്രാൻസിസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മോറൽ റിലേറ്റിവിസവും യൂട്ടിലിറ്റേറിയൻ കൾച്ചറുമൊക്കെ നമ്മളെ എന്തിലേക്കാണ്, അതാണ് വഴിതിരിച്ച എന്തിലേക്കാണ്? നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമുക്ക് സമ്പൂർണ്ണ അധികാരമുണ്ട്, എനിക്കെന്ത് വേണേലും എൻ്റെ ശരീരത്തും കൊണ്ട് ചെയ്യാം എന്നുള്ള ആ ഒരു തോന്നലിൽ, ആ ഒരു തെറ്റായ തോന്നലിലാണ് അത് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അനന്തരഫലം എന്താണ്, അതിൻ്റെ അപകടം എന്താണ്? മനുഷ്യൻ്റെ മഹത്വം, അവൻ്റെ ഡിഗ്നിറ്റിയെയും അവൻ്റെ ബന്ധങ്ങളെയും അവൻ്റെ മഹാത്മ്യത്തെയും എല്ലാം ഇത് നശിപ്പിക്കും. അത് മനുഷ്യൻ്റെ മഹാത്മ്യത്തെയും ബന്ധങ്ങളെയും നശിപ്പിക്കുമ്പോൾ നാച്ചുറലി ഒരു കറപ്റ്റഡ് സൊസൈറ്റി, ഒരു കൺഫ്യൂസ് സൊസൈറ്റി, അല്ലെങ്കിൽ ഏറ്റവും ധാർമ്മികമായി തകർന്നടിഞ്ഞ ഒരു സൊസൈറ്റി ആയിരിക്കും നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുക. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ, നമുക്കിനിയും പ്രൊസീഡ് ചെയ്യാം. ഇനിയും 2019 വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ഇറങ്ങി. പോപ്പ് ഫ്രാൻസിസിൻ്റെ അനുവാദത്തോടു കൂടി കോൺഗ്രിഗേഷൻ ഫോർ കാത്തലിക് എഡ്യൂക്കേഷൻ. അത് വളരെ ഒരു ചെറിയ ഡോക്യുമെൻ്റാണ്, പക്ഷേങ്കിൽ അതിൽ ഈ ജെൻഡർ ഐഡിയോളജിയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ ജെൻഡർ ഐഡിയോളജിയെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്യാപ്സ്യൂളായിട്ട് നമുക്ക് സൊല്യൂഷൻ അല്ല തന്നിരിക്കുന്നത്, സഭയുടെ ഒരു ഓപ്പൺ അതിനെക്കുറിച്ചുള്ള ചിന്താഗതിയാണ്. അപ്പോൾ ഇത് 2019 നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം, എ പാത്വേ ഫോർ ഡയലോഗ് ഓൺ ജെൻഡർ തിയറി ഇൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കിട്ടും.
അതിൽ കുറേ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സഭയുടെ സ്റ്റാൻഡ് പോപ്പ് ഫ്രാൻസിസിൻ്റെ അനുവാദത്തോടു കൂടി, അദ്ദേഹം കാണാതെ, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കോൺഗ്രിഗേഷൻ ഫോർ കാത്തലിക് എഡ്യൂക്കേഷൻ പോപ്പ് ഫ്രാൻസിസിൻ്റെ സിഗ്നേച്ചറോട് കൂടിയാണ് ഈ സാധനം പുറത്തു വിടുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മളിതിനെ മൊത്തമായിട്ട് നമ്മൾ പഠിച്ച് നമ്മൾ പറയുന്നതിൽ നല്ലത്. അപ്പോൾ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷേ എങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ ഈ ഐഡിയോളജിക്കൽ കൊളനൈസേഷൻ കൊണ്ട് ആളുകളെ ഒരു തെറ്റായ രീതിയിലേക്ക് വഴി തിരിച്ചുകൊണ്ട്, അതായത് ബൈനറി ആസ്പെക്റ്റ്, അവിടെയാണ് നമ്മൾ കിടന്ന് കളിക്കുന്നത്. അതായത് ആണും പെണ്ണും, സ്ത്രീയും പുരുഷനും എന്നുള്ള ദൈവം തന്നിരിക്കുന്ന ആ കഴിവുകളെ. അപ്പോൾ അതല്ല, അതിലപ്പുറമായിട്ട് നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ എന്താണ് വികാരങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സെറ്റപ്പൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ അത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം എന്താണ് ജെൻഡർ ഐഡിയോളജിയുടെ പ്രത്യേക സ്വഭാവം എന്ന് നമ്മൾ കണ്ടു. അപ്പം സഭ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇത് ചുരുക്കി ഞാനങ്ങ് പറയുന്നത് നമ്മൾ ഇവരെ കേൾക്കണം. അപ്പോൾ ഇത് ഐഡിയോളജി ഇന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളുള്ള കുട്ടികളുണ്ടാവും, ആളുകളുണ്ടാവും. അപ്പോൾ എങ്ങനെ നമ്മൾ ഇവരെ ഫേസ് ചെയ്യണം? അപ്പോൾ ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ഈ ഡോക്യുമെൻറ്റിലൂടെ പറയുന്ന ഇതാണ്, നമ്മളവരെ കേൾക്കണം. ഡയലോഗ് ത്രൂ ലിസണിങ്, റീസണിങ് ആൻഡ് പ്രപ്പോസിങ്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളവരെ കേൾക്കണം, നമ്മൾ ഡയലോഗിന് റെഡി ആകണം. നമ്മൾ നമ്മുടെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് അവർ പറയുന്നത് തെറ്റാണെന്നും പറഞ്ഞ് അവരെ അങ്ങോട്ട് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. വി ഹാവ് ടു ലിസൺ ടു ദം. അതുപോലെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച്, അവരുടെ സിറ്റുവേഷനെക്കുറിച്ച് വളരെ റീസണബിളായിട്ട് അത് കേട്ടിട്ട് നമ്മുടെ സജഷൻസ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. വി ആർ പ്രപ്പോസിങ്. നമുക്ക് ആരെങ്കിലും ഇതങ്ങോട്ട് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സഭ പഠനങ്ങളെല്ലാം പറയുമെങ്കിലും ഒരു വിശ്വാസിയാണേലും ഇത് ഒരു മിലിറ്ററി റൂള് പോലെ സഭയ്ക്ക് ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതാണ് ഈ പ്രപ്പോസിങ് എന്ന് പറയുന്നത്. നമ്മൾ സജഷൻസ്, കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോഴേ അവിടെയെല്ലാം അതിൻ്റെ കൺക്ലൂഷൻ പറയുന്ന ഇതാണ്, സേ നോ ടു ദി ഐഡിയോളജി. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. ഇതാണ്, സേ നോ ടു ദ ഐഡിയോളജി ബട്ട് യെസ് ടു ദ ഡയലോഗ്. അല്ലാതെ അവരുടെ യാതൊരു ഐഡിയോളജികളെയും കത്തോലിക്ക സഭ ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ തീർച്ചയായിട്ടും അവരെ സഹാനുഭൂതിയോടെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം കോമൺ ആയിട്ട് ഈ ഡോക്യുമെൻറ്റിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് ഒരു കോമൺ എഗ്രിമെൻ്റായിട്ട് വരുന്ന ഒരു പോയിൻ്റ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ടെൻഡൻസിയുള്ള ആളുകളെ, അല്ലെ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒരു തരത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഡിമാൻഡ്. ഇതാണല്ലോ ഡിസ്ക്രിമിനേഷൻ. നമുക്കിതിൻ്റെ പേര് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പേരിൽ നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യാനോ അവരെ ബുള്ളിയിങ് ചെയ്യാനോ അല്ലെ അവർക്ക് അഗൻസ്റ്റ് വയലൻസോ അങ്ങനെ അവർക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം, അത് ഒരു പക്ഷേയെങ്കിൽ ഈ ഡിസ്ക്രിമിനേഷൻ ഈ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഏതെങ്കിലും വേറെ തരത്തിലാണേൽ, ഇപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫോമാറ്റീസ് ഉള്ളവരുണ്ട്, അപ്പം ഹോമോസെക്ഷൽ അല്ലെ സെയിം സെക്സ് ടെൻഡൻസികൾ, നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ്. അതാണ് പോപ്പ് ഫ്രാൻസിസ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ആളുകൾ പ്രസ് റിപ്പോർട്ടേഴ്സൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത്. പോപ്പ് ഫ്രാൻസിസ് ഇത് പണ്ട് മുതൽ പറയുന്ന ഇതാണ്, ലെറ്റ് us ഗോ ടു ദം ഇൻസ്റ്റെഡ് ഓഫ് ദേ കമ്മിങ് ടു us. നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ കേൾക്കുക. ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വന്ന് നമ്മളവരെ മാമോദീസമൊക്കെ എടുക്കുന്നതല്ല. പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് നമ്മൾ അവരുടെ കൂടെ നടക്കുക. കുറച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയോളജി സ്വീകരിച്ച് അവരെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. വാട്ട് ഹി മീൻസ് ഈസ് അവരോട് കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ലിസൺ ടു ദം. എന്നിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് കഴിഞ്ഞ്
നമ്മളതിനെ ഒരു റീസണബിളായിട്ട് റീസൺ ചെയ്ത് നമുക്ക് അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ഹെൽപ്പ് പ്രപ്പോസ് ചെയ്യുക. ഇത് പബ്ലിക്കിന് ഇപ്പം ഉള്ളൊരു നേച്ചർ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നുള്ളൊരു അങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ നമുക്ക്. സഭയ്ക്ക് അങ്ങനെ ഒരിക്കലും, അതിപ്പോൾ ഏത് കാര്യത്തിലാണേലും സഭയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അവരെ നമ്മൾ ചേർത്ത് നിർത്തുക, ഡയലോഗ്. പക്ഷേ ഡോക്യുമെൻറ്റിൻ്റെ അവസാനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സേ നോ ടു ദ ഐഡിയോളജി ബട്ട് യെസ് ടു ദ ഡയലോഗ് ആൻഡ് ഓപ്പൺനെസ് ടു ദ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പം വന്ന ഈ ഹോമോസെക്ഷൽ ആളുകളെ ബ്ലസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അതെല്ലാം നമ്മൾ ഇനിയും അതും ഞാനൊരു എപ്പിസോഡിൽ നമുക്ക് 1-2 എപ്പിസോഡിൽ കവർ ചെയ്യുന്നതാണ്. എന്താണ് ആ കൺഫ്യൂഷൻ ഉണ്ടായെന്നുള്ളതൊക്കെ. അതായത് ഇവരെ പോലുള്ളവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അവരെ കേൾക്കാൻ ഒരു അവസരം. ഇതാണ് സഭയുടെ പൊതുവായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരഭിപ്രായം. നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ അവരെ പോലായി അവരിൽ ഒരാളായി മാറുമ്പോഴേ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പലപ്പോഴും നമുക്കുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ പറയും, നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി അവിടുത്തെ ആളുകളെ പോലൊക്കെ പെരുമാറിയാൽ പെട്ടെന്ന് അവരുമായിട്ടൊരു കണക്ഷൻ കിട്ടുമെന്ന്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അത് സേ നോ ടു, അത് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുക, സേ നോ ടു ദ ഐഡിയോളജി ബട്ട് യെസ് ടു ദ ഓപ്പൺനെസ് ആൻഡ് ഡയലോഗ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്ന് തോന്നുന്നു ഇതിൽ ഇത്രയും സഹാനുഭൂതിയോടെ നമ്മളോട് സഭയിൽ അത് പറഞ്ഞ ഒരാള്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരി കുറ്റം ആരോപിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഒത്തിരി ചോദ്യം ചെയ്യപ്പെടുന്നതും. തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ കാലത്ത് അത് കത്തോലിക്ക സഭയുടെ ശരിയായിട്ടുള്ള ചൈതന്യത്തിലാണ് മാർപ്പാപ്പ പറയുന്നത്. അത് ആരാണേലും ഇങ്ങനൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതാണ് സഭയുടെ യഥാർത്ഥമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലം തന്നെ നമ്മൾ ബൈബിളിൽ നിന്ന് എടുത്തു നോക്ക്. ക്രിസ്തുവിനോട് കൂടെ നടന്നവരിലും മജോറിറ്റി ആളുകൾ ഏറ്റവും നല്ല മനുഷ്യരും ഒരുപാട് പുണ്യം ചെയ്ത് സൊസൈറ്റിയിലെ ഏറ്റവും നല്ല നിലയിലും വലിയ ഒരു റിലീജിയസ് ഹൈറ്റിലും ഇരുന്ന ആളുകളായിരുന്നോ? അല്ല. പാപിപ്പെട്ടവരെ, എല്ലാ തിന്മകളും ചെയ്യുന്നവരെ, ആർക്കും വേണ്ടാത്തവരെ, ചുങ്കക്കാരെന്നല്ല ആർക്കും വേണ്ടാത്തവരെ, സമൂഹം വെറുത്ത് കളഞ്ഞവരെ, ഇങ്ങനെയുള്ളവരെ ഈശോ ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയമുള്ളത് കൊണ്ടാണ് അവരെല്ലാം അറിഞ്ഞും കേട്ടും ഈശോ അവിടെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ ഇവരൊക്കെയാണ് മജോറിറ്റി ആളുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഫ്രാൻസിസിൻ്റെയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സഭയുടെ പഠനങ്ങളൊന്നും അദ്ദേഹം മാറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പല പ്രബോധനങ്ങളിലും നമുക്ക് ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രോങ് ലാംഗ്വേജിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതാണ് ശരിക്കുള്ള നമ്മുടെ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി, നമ്മുടെ കാത്തലിക് സഭ നിൽക്കുന്നത് തന്നെ ഈ 3 ആസ്പെക്റ്റിലാണ്. ഒന്ന് ലവ് ഫോർ ഗോഡ്, ലവ് ഫോർ അതേഴ്സ്, അതുപോലെ തന്നെ ലവ് അവർസെൽവ്സ്. ഈ 3 കോൺസെപ്റ്റാണ് സ്നേഹത്തെക്കുറിച്ച് വരുമ്പോൾ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ നമുക്ക് തള്ളിക്കളഞ്ഞിട്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്തുക. അതിൻ്റെ അർത്ഥം നമ്മൾ അവരെ പോലെ അവരിലൊരാളാകണമെന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ അതൊക്കെ അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കാരണമാകും. ആ വ്യക്തിയെ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷെ ആ ഒരു ആശയത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മദർ തെരേസയുടെ ലൈഫ് തന്നെ ഒന്ന് നോക്ക്. മദർ തെരേസ അവരിങ്ങനെ നീ കത്തോലിക്കനാണോ, നീ ക്രിസ്ത്യനാണോ, നീ ഏത് നാട്ടുകാരനാണെന്ന് ഇങ്ങനൊന്നും ചോദിച്ചിട്ടല്ല. ആരെ കണ്ടാലും ഈശോയുടെ സ്നേഹം കൊണ്ട് അവരെ പൊതിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ ജീവചരിത്രത്തിൽ വായിച്ചതാണ്, ഒരാൾ മരിക്കാൻ അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജിലുള്ള അങ്ങേയറ്റം രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി ചോദിക്കുക, അമ്മയുടെ ഈശോയും ഇത്രയും സ്നേഹമുള്ളതാണോ എന്ന്. അപ്പം നോക്കിക്കുക, ഇതാണ് നമ്മൾ ക്രിസ്ത്യൻ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മളെ കുറേ ചാരിറ്റി വളരെ നല്ലതാണ്. അത് ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമ്മൾ ചാരിറ്റി ചെയ്യേണ്ടത്.
അല്ലാതെ ചാരിറ്റി ചെയ്ത് മനുഷ്യർക്ക്, കാരണം നമ്മൾ ചെയ്യേണ്ടതാണ്. ലവ് ഗോഡ്, ലവ് നെയ്ബർ. അതാണ് അത് പലപ്പോഴും നമ്മൾ റിവേഴ്സിലാണ് പലപ്പോഴും പോകുന്നത്. മദർ തെരേസ അങ്ങനെയല്ലായിരുന്നു. മദർ തെരേസ ആ ചാരിറ്റി എന്തുകൊണ്ടാണ് മദർ തെരേസ ലോകത്തിൽ ഒരു മനുഷ്യനും ഒന്ന് അടുത്ത് ചെല്ലാൻ പോലും മടിക്കുന്ന കുഷ്ഠരോഗികളെന്ന് പറഞ്ഞാൽ മാംസം അളിഞ്ഞ് മാംസം നീറി മണം വെക്കുന്ന അങ്ങനെയുള്ള ആളുകളെയൊക്കെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിക്കാനും അവരെ ശുശ്രൂഷ ചെയ്യാനും ഒക്കെ ഒരാൾക്ക് തോന്നണമെങ്കിൽ അത് ഈശോയുടെ സ്നേഹം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അത്രമേൽ ക്രിസ്തു ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അമ്മ മടിക്കാതിരുന്നത്. സർ, നമ്മുടെ സമയം ഇന്നും ഇവിടെ പര്യവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്കൊന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറയാനും ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റി. സാർ, നമുക്കൊരു പ്രാർത്ഥനയോടെ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കണം. സാർ പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന എല്ലാ ഉൾക്കാഴ്ചകളെയും പോപ്പ് ഫ്രാൻസിസിലൂടെ ഞങ്ങളുടെ തിരുസഭയിലൂടെ ഞങ്ങൾക്ക് തന്ന, പ്രത്യേകിച്ച് ഈ ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ കടന്നു വരുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏത് അപ്രോച്ച് വേണം എന്നൊക്കെ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നതോർത്ത് നന്ദി പറയുന്നു. അവരെ വെറുത്തുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടല്ല, അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ അല്പസമയം ചെലവഴിച്ച് അവരെ കേട്ടുകൊണ്ട് അവർക്ക് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ഈ ഐഡിയോളജിയെ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോ പാപത്തെയാണ് വെറുത്തത്, പാപിയെ ഒരിക്കലും വെറുത്തിരുന്നില്ല. അവരെ തൻ്റെ സ്നേഹത്തിൽ തൻ്റെ മാറോട് ചേർത്ത് വെച്ചവനാണ് ഈശോ. ആ ഈശോയുടെ ശിഷ്യരാകുന്ന ഞങ്ങൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളായ ഞങ്ങൾ, ആ ഈശോയുടെ വഴി ഞങ്ങൾക്ക് മുമ്പേ പോയ പല വിശുദ്ധരും അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി, ഈശോ ഞങ്ങൾക്ക് തന്ന ആ വഴിയിലൂടെ തന്നെ പോയി കർത്താവെ ഈ കൾച്ചറിനെ ഇവാഞ്ചലൈസ് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അമ്മേ മാതാവേ, ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഈ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരിലേക്ക് ഈശോയുടെ സ്നേഹം കടന്നു ചെല്ലട്ടെ. ഈ അന്ധകാരം നിറഞ്ഞ വഴികളിൽ അവർ തപ്പിത്തടയുന്നുണ്ടെങ്കിൽ ഈശോയാകുന്ന പ്രകാശം അവരുടെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റിക്കളയട്ടെ എന്ന് അമ്മ നിരന്തരം അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇന്ന് ക്രിസ്തു പറയുന്നതും എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ്. ഇത്തരം ഐഡിയോളജികളെ അല്ല, പക്ഷെ ഓരോ വ്യക്തിയെയും നമ്മളോട് ചേർത്ത് നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ആവട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരാൾ നിങ്ങളോട് ചോദിക്കണം, നീ ക്രിസ്തു ആയിരുന്നോ, എൻ്റെ അടുത്ത് വന്ന നീ ക്രിസ്തു ആയിരുന്നോ എന്ന്. ഈ ഒരു പ്രാർത്ഥനയോടെ, ഈ ഒരു ആഗ്രഹത്തോടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് പൂർണ്ണമാകുകയാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടിരിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. info@theob4life.org